ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീക്കെൻഡ് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ, അവരുടെ സന്തോഷപൂർണ്ണമായിട്ടുള്ള എപ്പിസോഡുകളാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്നായിട്ട് ശരത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് രേവതിയെ മാത്രമാണ് ശരത്ത് ക്ഷണിക്കുന്നത്. ആ ഒരു വിവരം സച്ചിയോട് പറയുന്ന നേരത്ത് സച്ചി പറയുന്നുണ്ട്, എന്നെ ക്ഷണിക്കാത്തൊരു ചടങ്ങിലേക്ക് ഇനിയും കയറി പോകേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ തടയുകയാണ്. അങ്ങനെ രേവതി വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷ വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞൊന്നും കാര്യമാക്കൊന്നും വേണ്ട, രേവതി ചേച്ചി വീട്ടിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് സച്ചിയേട്ടന് പിണക്കമൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ രേവതിക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണ്. അങ്ങനെ രേവതി സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ ചന്ദ്ര വളരെയധികം സന്തോഷത്തോടെ നിന്ന് നോക്കിക്കാണാണ്. അതായത് സച്ചി പോകണ്ട എന്ന് പറഞ്ഞിടത്തേക്കാണ് രേവതി പോകുന്നത്. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ചന്ദ്ര നിൽക്കുന്നത്. അങ്ങനെ രേവതി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയും ഫംഗ്ഷന് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര പൊടിപ്പും പൊങ്കലും കൂട്ടിക്കൊണ്ട് ഓരോ കുറ്റങ്ങൾ രേവതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറയാണ്, നിനക്ക് ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല എന്നാണ് നീ അവളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കൂ എന്ന് പറയുകയും സച്ചി വളരെയധികം ഇഷ്ടത്തോടെ തന്നെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷനിൽ രേവതി പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ച ഒരുവൾ ഇവിടെ ഉണ്ടായിരുന്നു, അവൾക്ക് എന്നെക്കാളും വലുത് അവളുടെ അനിയനാണെന്നുള്ള കാര്യം എനിക്കറിയാൻ പറഞ്ഞു, ഇപ്പോൾ അത് അവൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ദേഷ്യത്തോട് തന്നെ സച്ചി അവിടെ നിന്ന് പോകാൻ കേട്ടോ. പിന്നാലെ തന്നെ ലക്ഷ്മിയും ദേവും എല്ലാം തന്നെ സച്ചിയേട്ടാ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. വളരെയധികം ദേഷ്യത്തോട് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ വളരെയധികം സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.